ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഗോഡ്സിൽ എങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. നമുക്കെന്തായാലും ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. ഈ സിറ്റി കൂടെ അത് കറങ്ങി നടക്കുകയാണെന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മുടെ പോലീസുകാരൻ വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് നമുക്ക് പോയേക്കാം. അപ്പോൾ എന്തായാലും ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് ചാടാം. അപ്പോൾ നമ്മളെ കുളി കഴിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു കുളിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡ്രസ്സ് മാറിയിട്ട് നേരെ പോകാം. ഡ്രസ്സ് മാറാൻ വേണ്ടി പോകാം അങ്ങോട്ടേക്ക്, വീടിൻ്റെ ഉള്ളിലേക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുറത്തെ ഇടയ്ക്കിടയ്ക്ക് കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു നോക്കാം. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ പോലീസുകാരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വേഗം ഒന്ന് പോലീസ് സ്റ്റേഷനിലൂടെ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ കാറും എടുത്തൊന്ന് പോയി നോക്കാം. നമ്മുടെ കാർ ഇവിടെ സെറ്റാണ്. നേരത്തെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടതാണ്. അതാണ് ഇത്ര തിളക്കം നമ്മുടെ ഈ കാറിന്. നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് വഴികളൊക്കെ ഏകദേശം നന്നായിട്ട് മറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തപ്പി പിടിച്ച് കുറേ കഴിഞ്ഞിട്ട് എത്തുള്ളൂ. എന്തായാലും അങ്ങോട്ടേക്ക് പോക്ക് കുറവായതുകൊണ്ട്, കേസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകാറില്ല കൂടുതൽ. അപ്പോൾ ഗൈസ്, നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം കൂടുതലായി, ഇതുവരെ എത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വഴി ചെറുങ്ങനെയൊന്ന് തെറ്റിന്ന് തോന്നുന്നു. നമ്മളിതാ തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ടുള്ള കറക്റ്റ് വഴി കണ്ടുപിടിച്ച് പോകാൻ പോവാണ്. ശരിക്കും നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷൻ. ഞാൻ കുറേയായി പോകാത്തതുകൊണ്ടൊന്നും ഒന്നും തിരിഞ്ഞില്ല. പെട്ടെന്ന് എന്തോ ഒരു ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടി. അയ്യോ ചേച്ചി, സോറി കേട്ടോ, അറിയാണ്ട് തട്ടിപ്പോയത്. പോലീസുകാരൻ കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയ തിരക്കിൽ പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടി. അപ്പോൾ ഇതിനങ്ങ് എല്ലാം മറന്നുപോയി, പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചാടി ഓടി. എന്തായാലും അവിടെ കുറേ പോലീസുകാർ നിൽക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം അവരോട്. സാർ, എന്നോട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞായിരുന്നു, എന്താ കാര്യം? താൻ ഫ്രാങ്ക്ലിനാണോ? അതെ സാർ, ഞാൻ ഫ്രാങ്ക്ലിനാണ്. എന്തിനാന്ന് വിളിപ്പിച്ചതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. അത് അവിടെ നമ്മുടെ സിറ്റിയിലൊരു ഗോഡ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഓടിക്കണമായിരുന്നു. നിനക്കല്ലേ അതിനെയൊക്കെ പറ്റുള്ളൂ. നമുക്ക് തോക്കും പിടിച്ച് നിൽക്കുന്നല്ലാണ്ട് വേറെ പരിപാടിയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നീ ഒന്ന് അതിനെ ഒന്ന് ഓടിച്ചു തരുമോ? അതിനിപ്പോൾ എന്താ സാർ, ഞാൻ ഓടിച്ചു തരാം. എനിക്ക് ഒരു വിരോധവുമില്ല. കുറച്ച് ആയുധങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാം, അതും നീ വെച്ചോ. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ആയുധങ്ങൾ കിട്ടിയിട്ടുണ്ട്. തോക്ക് കൊള്ളാലോ. എടാ, ഇവിടെ ഒന്നും വെടിവെച്ച് ആരെയും കൊല്ലൊന്നും ചെയ്യില്ലേ? കേസാ കുട്ടോ? ഇല്ല സാർ, അങ്ങനെയൊന്നും ചെയ്യില്ല. എടാ, പിന്നെ നിനക്ക് വേണ്ട വണ്ടി ഞങ്ങൾ മേലെ ഇട്ടിട്ടുണ്ട്, അതെന്തോ നീ പോയി നോക്കിയോ കിട്ടോ? സാർ, മേലെയോ? ഞാൻ എന്നാൽ പോയി നോക്കിയിട്ട് വന്നേക്കാം. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പോലീസുകാർ പറഞ്ഞ പോലെ നമുക്കൊന്ന് പോയി നോക്കി വെക്കാം ഇവിടെ വണ്ടി ഉണ്ടോയെന്ന്. ഗൈസ്, അവിടെ ഒരു കവാസക്കി കിടക്കുന്നുണ്ട്, മോഡിഫൈഡ് കവാസക്കി. കളറൊക്കെ നല്ല വ്യത്യാസമുണ്ട്, വെറൈറ്റി കളറ് കവാസക്കിയാണിത്. അപ്പോൾ നമുക്കിത് എന്തായാലും എടുത്തുകൊണ്ട് താഴോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എന്തായാലും ഗോഡ്സിലിനെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം. അത് പറക്കുന്നൊക്കെ ഉണ്ടല്ലോ, ചാടുന്നതാണ് സംഭവം. എന്തായാലും നല്ല കിടിലനാണ് സംഭവം. വാവ്, ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് എന്തായാലും ചാടുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ജയിലിനകത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട്, 2, 3, 4, 5 ആൾക്കാരൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. സാറേ, എന്നാലും ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വേടാ, പോയി വിജയിച്ചു വാ. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. എവിടെയാണെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. ഇതിൽ ഞാൻ തോന്നുന്നു ഏകദേശം. നമ്മളിപ്പോൾ നമ്മളെ ഗോഡ്സിലെ എങ്ങനെ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചാടാനുള്ള സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞേ. ഓൾ റൈറ്റ് ഗൈസ്, അപ്പോൾ എന്തായാലും ചാടുന്നുണ്ട്. ഇത് സംഭവം പൊളിയാണ്. പാട്ടം മാത്രമല്ല ഗൈസ്, അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട് ഈ വണ്ടിക്ക്. നമ്മുടെ പഴയ വീട് അവിടെ എവിടെയോ എങ്ങാണ്ടായിട്ടാണ്. നമുക്കെന്തായാലും ഗോഡ്സിൽ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ഗോഡ്സിൽ അവർ പറഞ്ഞത് ട്രെയിൻ പാളത്തിൻ്റെ അവിടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയെന്നറിയില്ല. നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കിയിട്ട് വരാം. റൈറ്റ് ഗൈസ്, അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ.
ഗൈസ് എന്തായാലും നമ്മുടെ ഗോഡ്സിലുള്ള ലൊക്കേഷൻ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയാൽ അവിടെ എത്തും. അയ്യോ എൻ്റെ വണ്ടി എവിടുന്നാണ് താനൊക്കെ കയറി വന്നേ? എൻ്റെ വണ്ടിക്കിട്ട് കന്ന് കിട്ടിയിട്ട് എന്നെ പറയുന്നോടോ. മുന്നോട്ട് നിൽക്കണ്ട, വേഗം വിട്ടേക്ക് ഗൈസ്, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചു കൂട്ടും ഞാൻ. സോറി ചേട്ടാ. അപ്പോൾ നമ്മളെന്തായാലും വന്ന് പണിക്ക് പോവാം. അത് അവിടെ കാണുന്ന സ്ഥലത്തെങ്ങാണ്ടാണെന്ന് പറഞ്ഞത് ഗോഡ്സില. നമുക്ക് ലൊക്കേഷൻ നമ്മുടെ ഒരു ഫ്രണ്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കണ്ടിട്ട് അവനെ ഇവിടെ നിന്ന് നേരത്തെ ഗായ്സ് അതാ ഗോഡ്സിലെ ഗായ്സ് ഞാൻ കാണുന്നത് തന്നെയല്ലേ നിങ്ങളും കാണുന്നത് ഗായ്സ്? അവിടുത്തെ ഗായ്സ് ഗോഡ്സിൽ നിൽക്കുന്ന ഗായ്സ് നല്ല വലിപ്പമുണ്ട് ഗായ്സ് ആ ഗോഡ്സിലേക്ക്. എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി അങ്ങനെ കിട്ടിയ ചത്ത് സ്പോട്ട് ചത്ത്. നമുക്ക് എന്തായാലും ഇവിടെ എവിടെയും വണ്ടി നിർത്തിയിട്ടിട്ട് അതിനെ നമുക്ക് തോക്ക് വെച്ച് വെടി വെച്ച് വീഴ്ത്താം, അതേ പറ്റുള്ളൂ. അതിൻ്റെ അടുത്തോട്ട് പോയി നമ്മളെ കൊന്നുകൊള്ളത്. നമുക്കൊന്ന് മെഷീൻ ഗൺ എടുക്കാം. അതാ ഗൈസ് നമ്മുടെ അടുത്തോട്ട് വെടിവെക്ക് ഫ്രാങ്ക്ലിനെ വെടിവെക്ക് വേം. അതിൻ്റെ സുനിക്ക് തന്നെ നമുക്ക് വെടിവെച്ച് കയറ്റാം ഗൈസ്. ഒറ്റ വെടിക്ക് ചത്ത് ഗൈസ്. ഞാൻ വിചാരിച്ചു ഇത്ര പവർ ഉണ്ടാവുന്നത്, ഇതിന് അത്ര പവറില്ല. എന്തായാലും വിളിച്ചു പറഞ്ഞേക്കാരെ. ഓൾ റൈറ്റ് ഗൈസ്. അതെന്തായാലും അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ഗോഡ്സിൽ തന്നെ കാണാണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് പോയി നോക്കാം. അധികം അടുത്ത് പോകണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇച്ചിരി ദൂരെ നിന്നിട്ട് നോക്കാം. അത് കാണാണ്ട് പോയി ഗൈസ്. തന്നെ എങ്ങോട്ടേക്കോ മറിഞ്ഞു പോയി ഗൈസ്. അതെങ്ങോട്ടേക്കോ പോയതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇനി അതിൻ്റെ പുറകെ പോകണ്ട. വേണ്ടാത്ത വെയ്യാവലി എന്തിനാ പിടിച്ച് നമ്മൾ തോളത്ത് കയറ്റുന്നേ. നമുക്ക് എന്തായാലും ഇനി നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. കണ്ട് ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ. टाटा।